എൻ്റെ പേര് ഫാദർ ആൻ്റണി. ഞാൻ നാട്ടിൽ മലയാറ്റൂരിൽ നിന്ന് വരുന്നു. മലയാറ്റൂർ വിമലഗിരി പാരീഷ്. ഇനിയുള്ള വില്ലേജിലേക്ക് ഞങ്ങൾ ഇവിടുന്ന് ഈ പുഴ കടന്നിങ്ങനെ കാട്ടിക്കൂടെ അങ്ങോട്ട് പോകണം. ഇവിടെ വരെ വണ്ടി വരും. വണ്ടി വന്നു കഴിഞ്ഞാൽ ഈ പാലത്തെ കൂടെ കടന്ന് ഇങ്ങനെ അങ്ങോട്ട് പോകും. ഇവിടുന്ന് അങ്ങോട്ട് കുറേ പാലുണ്ട്. എന്ത് സാധനമായാലും അതിൻ്റെ ആദ്യത്തെ ഫലം കർത്താവിനുള്ളതാണ്. അത് ചിലപ്പോൾ ഓറഞ്ചാണെങ്കിൽ പഴുക്കുന്നേക്ക് നമുക്ക് ഉണ്ണ് വരും എന്ന് പറയുന്നത് പഴുത്ത് കഴിഞ്ഞാൽ പിള്ളേർ പറിച്ച് തിന്നും. ഇത് നമ്മുടെ ദൊരങ്കിഗിരി എന്ന് പറഞ്ഞൊരു വില്ലേജാണ്. ആ വില്ലേജിൽ നമ്മൾക്കുള്ളൊരു സ്കൂളാണിത്. ഇവിടേക്ക് എത്തിപ്പെടാൻ പറ്റാത്തൊരു സ്ഥലമാണ്. എത്രയോ അടി ഉയരത്തിലുള്ള സ്ഥലങ്ങളാണ് നമ്മളിവിടെ വരുന്നത്. അപ്പോൾ ഇവിടെ ഒരു വില്ലേജ് ഉണ്ട്. ഇവിടുന്ന് കുറേയും കൂടി പോകണം. ഇനിയിപ്പോൾ വണ്ടി നമുക്ക് എടുക്കാൻ പറ്റില്ല. വണ്ടി എടുത്തു കഴിഞ്ഞാൽ തിരിച്ചു പോരാനായിട്ട് പറ്റില്ല. തിരിച്ചു പോരാൻ തെന്നും. അതുകൊണ്ട് ഇനിയിപ്പോൾ ഇവിടെ വണ്ടി ഇട്ടിട്ട് ഞങ്ങൾ നടന്നു പോകണം. അപ്പോൾ ഇത് എത്ര മണിക്കൂർ നടത്തിയുണ്ടെന്ന് നോക്കിയിട്ട് വേണം. 1.5 മണിക്കൂറോളം 1 മണിക്കൂറോളം നമ്മൾ നടക്കണം ഇവിടെ നിന്ന്. എന്നാലേ ഇനി വില്ലേജിലെത്തുള്ളൂ. ഇത് നമ്മുടെ പള്ളിയിൽ നിന്ന് എടവ പള്ളിയിൽ നിന്ന് 22 കിലോമീറ്റർ അകലെയുള്ളൊരു സ്ഥലമാണിത്. ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നിറച്ച് ഇവിടെ ഈ കാടാണ്. ഈ കാടിൻ്റെ ഇടയ്ക്ക് ഇവർ താമസിക്കുന്ന ഈ കാടിൻ്റെ ഉള്ളിലൊക്കെ അവർ അടക്കി അതൊക്കെ നട്ട് ഇവർ താമസിക്കുന്നത്. അപ്പോൾ അവരിന്നിപ്പോൾ ഇവിടെ കുർബാന ഉണ്ടെന്ന് പറഞ്ഞാൽ അവർക്ക് 3 മാസം കഴിഞ്ഞിട്ട് 4 മാസം കഴിഞ്ഞിട്ടാണ് ഇവിടെ ഇപ്പോൾ കുർബാന ഒരെണ്ണം കിട്ടുന്നത്. അപ്പോൾ ആ കുർബാന ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അവരെല്ലാവരും വന്നിരിക്കുക. അവിടുന്ന് പിള്ളേർ പിന്നെയും വരുന്നുണ്ട്. ആൾക്കാരിങ്ങനെ വരും. എന്നിട്ട് ഇവിടെ ഇപ്പോൾ ഇന്നിപ്പോൾ അവർക്ക് സംസാരിക്കാനും അതിവിടെ കുർബാന സ്വീകരിക്കാനും പിന്നെ മാമോദീസ മുക്കും. അപ്പോൾ അങ്ങനെ എല്ലാത്തിനും ഉള്ള സൗകര്യം ഉള്ള ദിവസമാണ്. സാധനം കാണാനൊക്കെ സുഖമാണ്, പക്ഷെ ഇവിടെ ജീവിക്കാനായിട്ട് ബുദ്ധിമുട്ടാണ്. ഇവിടുന്ന് കുറേ വീട്ടുകാരൊക്കെ കുറച്ച് മാറി താമസിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് പിള്ളേരെ പഠിപ്പിക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് അവർ ഷിഫ്റ്റ് ചെയ്യുവാണ്. പലരും ഇവിടുന്ന് ഷിഫ്റ്റ് ചെയ്യുന്നു. അല്ലെങ്കിൽ ഇവിടെ ഇതിൽ കൂടുതൽ കത്തോലിക്കരുണ്ടായിരുന്നു. ഇവിടെ ഈ പുഴയുണ്ട്. ഈ പുഴ കടക്കാനായിട്ട് പാലമൊന്നുമില്ല. പിന്നെ ഇവിടെ നോക്കി ഇത് മീൻ വളർത്തുന്ന സ്ഥലമാണ്. ഇത് നല്ലോണം ഒരു പോണ്ടൊക്കെ ഇട്ട് അവരിങ്ങനെ. അപ്പം ഞങ്ങളിപ്പോൾ ഇവിടെ ഇങ്ങനെ സിസ്റ്റേഴ്സും പാലേഴ്സും എല്ലാവരും കൂടി വന്ന് ഇന്നിപ്പോൾ ഇവിടെ പഠിപ്പിക്കും. അതുപോലെ ഇവിടെ ഇവർക്ക് കുമ്പസാരിപ്പിക്കും. അതുപോലെ മാമോദിസ മുക്കും. അതുകൊണ്ട് ഞങ്ങൾ ഒരു ഉച്ചയാകുമ്പോഴേക്കൊക്കെ ഞങ്ങൾ തിരിച്ചു പോകുള്ളൂ. അങ്ങനെയുള്ള സ്ഥലമാണിത്. ഈ പള്ളി ഇവർ തന്നെ ഈ ഈറ്റയൊക്കെ വെട്ടി ഈറ്റയും കൊണ്ട് ഇങ്ങനെ പള്ളി ഉണ്ടാക്കിയത്. അപ്പോൾ നമ്മളിവരുടെ ഈ ടിന്ന് കൊടുക്കും, പിന്നെ ഇച്ചിരി സിമെൻറ്റ് കൊടുക്കും. അപ്പോൾ ഈ തറ മാത്രം സിമെൻ്റ് ഇടും. ബാക്കിയെല്ലാം ഇങ്ങനെ ഇവർ തന്നെ ഉണ്ടാക്കുന്നത്. ഇവർ തന്നെ കാട്ടിൽ നിന്ന് മരമൊക്കെ വെട്ടി ഇവർ തന്നെ ഉണ്ടാക്കുന്ന സംഗതിയാണ്. നമ്മൾ ടിന്നും ഇച്ചിരി സിമെൻറ്റും കൊടുക്കും. അത് ബാക്കിയെല്ലാം അവർ തന്നെ എടുത്ത് അവർ തന്നെ ഉണ്ടാക്കുന്ന. ഇപ്പോൾ 2 വർഷമായുള്ളൂ പള്ളി പുതിയതായിട്ട് പണിതിട്ട്. എന്നുകൊണ്ട് പഴയ പള്ളി ഉണ്ടായിരുന്നത് പോയി, കംപ്ലീറ്റ് ആയിട്ട് അത് പോയി. ഇത് കുറച്ച് കഴിയുമ്പോൾ ഈ ഈറ്റയൊക്കെ എന്നാ പറയുന്നത്, നമ്മൾ നാട്ടിൽ പറയില്ലേ ഇത് തിന്നും എന്നാ
അപ്പോൾ അതങ്ങനെ തിന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ അത് പോയി, കേടായിപ്പോയി. പിന്നെ അത് പിന്നെയും പുതിയത് ഉണ്ടാക്കണം. അവർക്ക് ബുദ്ധിമുട്ടില്ല, അവർക്ക് ഈ ഈറ്റ ഇഷ്ടം പോലെ ഉണ്ട്. ഇവിടെ ഈറ്റ വെട്ടി പിന്നെ ഇവിടുത്തെ കാട്ടിലുള്ള മരങ്ങളൊക്കെ വെട്ടി അവർ പുതിയിട്ടുണ്ടാക്കും. Jisu Jerusalem China Riang Tungo Samaria aro Galilee ni gasepo Riang Ngachim Wa Songdam Sao na peon Sakchi Skung Koche Konchiritam Uko Bronga Ha Wamang Adita Shantango Ngao Ya Mahaparang Orotorom ni Mahaparang ni Zangi Tangani Wamang na Namgapa Dake Mesokani Ong China O Betel Nasimang Soitan ko Jegalama Uni Kamrang ko Jegalama Nerendo Pagapani Degapani Aragisik Rong Talgapani Bimongo Anganang na Baptisma ko Odna. Amen. Amarit Pagapani Degapani Aragisik Rong Talgapani Bimongo Anganang na Baptisma ko Odna. Amen. Kristo ni tenga ko rachagbo. Kristo ni tenga ko rachagbo. Niskachi dukchaknare nasyo rupti ko da kurai nang komitele uko patya aro pemam unis nangparangna une aganaha nasimang plakan ya kurai chabo meniya nasimangna unchakna segpa angni been oma. Baksa nangna obla sang papa rongtala gisik baksa pla praso aro demetela dringtrot na ungchina. Amen.
Tutel Simam Baksha Dumchina Blashangapa Yishol Pagapa Degapa Arugisi Krundhalgapa Nasimangna Paktichina Tom Tomariang Bo, Bolibonaha. Yishol Komasel China ആരായാലും അസുഖമുണ്ടെങ്കിൽ എത്ര അകലാണെങ്കിലും മിക്കവാറും തന്നെ ഇവർ വിശുദ്ധ കുർബാന തരാനായിട്ട് വിളിക്കും നമ്മളെ അസുഖമായിട്ട് എടുക്കുന്നത്. അതുപോലെ പലരും ഇങ്ങനെ ഈ വിശുദ്ധ കുർബാന സ്വീകരിച്ചിട്ട് അത് കഴിഞ്ഞിട്ട് അവർ എഴുന്നേറ്റ് പോകുന്നവർ ഒത്തിരി പേരുണ്ട് നമ്മുടെ ഇതിനകത്ത്. എൻ്റെ അറിവിൽ ഞാൻ കുർബാനയ്ക്ക് കൊടുത്തിട്ട് രോഗമായിട്ട് കിടന്നവർ കുറച്ച് കഴിഞ്ഞപ്പോൾ സുഖമായിട്ട് അവർ നടക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതുപോലെ ഇങ്ങനെ മരിക്കാൻ നേരത്ത് ഇത് കിട്ടാതെ അതിനു വേണ്ടി വെയിറ്റ് ചെയ്തിരുന്ന് അല്ലെങ്കിൽ കിടന്ന് അവർ മരിക്കാൻ നേരത്തെ ഇത് സ്വീകരിച്ചിട്ടേ മരിക്കുള്ളൂ. അങ്ങനെ ഒരു ഇതിൽ അവർക്ക് ആ ഒരു ജീവിതത്തിൽ ഒരു വിശ്വാസം അവർക്കുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ആൾക്കാർ. ഇവിടെ നമുക്ക് വലിയ ഫെസിലിറ്റി ഒന്നുമില്ല. ഇവിടെ മലകളാണ്. ഇപ്പോൾ ഇവിടെ തന്നെ ഈ പള്ളി ഇങ്ങനത്തെയാണ്. പക്ഷേ എന്നാലും ഇവരുടെ വിശ്വാസമാണ് ഏറ്റവും വലുത്. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ ഇത്ര അകലെയാണെങ്കിലും ഇവിടേക്ക് വന്ന് ഇവർക്ക് ഈ കുർബാനയ്ക്ക് കൊടുക്കാനോ അല്ലെങ്കിൽ കുമ്പസാരിപ്പിക്കാനും ഒക്കെ ഇതാവുന്നു. എന്ന് പറഞ്ഞാൽ അടുത്ത വർഷം വരുമ്പോൾ ചിലപ്പോൾ ഇവരിൽ പലരും ചിലപ്പോൾ വല്ലവർക്കും മരിച്ചിട്ടുണ്ടാവും, ചിലപ്പോൾ വല്ലവർക്ക് അസുഖമായിരിക്കും, ചിലപ്പോൾ വല്ലവർക്കും വരാൻ പറ്റുകയില്ല. പക്ഷെ അതുകൊണ്ട് ഇങ്ങനെ നമുക്ക് കിട്ടുന്ന സമയമൊക്കെ ഇവിടെ വന്ന് നമ്മൾ ഇവർക്കൊക്കെ കുർബാനയ്ക്ക് കൊടുക്കും. അതുപോലെ കുർബാന ചെല്ലും, കുമ്പസാരിപ്പിക്കും. അതാണ് ഇവിടുത്തെ ഈ വില്ലേജ്. ഇത് മാത്രമല്ല, ഇങ്ങനെ വില്ലേജിൽ പോകുമ്പോൾ ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ ഇതൊക്കെയാണ്. ഇപ്പോൾ ഈ വീട് കണ്ടില്ലേ, ഇത് പുല്ലാണിത്. ഈ പുല്ലുകൊണ്ട് മേഞ്ഞാണ് ഇവിടുത്തെ വീടുകൾ ഉണ്ടാക്കുന്നത്. എന്ന് പറയുന്നത് ഇവിടെ ഇത് അവൈലബിൾ ആണ്, ഇവിടെ ഉണ്ടിത്. പിന്നെ ഇവിടുന്ന് ഒത്തിരി ദൂരെ പോകണം വേറെ സാധനങ്ങളൊക്കെ മേടിക്കാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് ഇവരുടെ ലോക്കലിലുള്ള സാധനങ്ങൾ കൊണ്ടാണ് വീടുണ്ടാക്കുന്നത്. ചിലപ്പോൾ ഇച്ചിരി ഇഷ്ടിയൊക്കെ ഇവിടെ തന്നെ ഉണ്ടാക്കും. അല്ലെങ്കിൽ ഇതിപ്പോൾ കണ്ടില്ലേ പുല്ല്, പിന്നെ ഈറ്റ, ഇതെല്ലാം ഇവിടുത്തെ തന്നെയുള്ള സാധനങ്ങൾ കൊണ്ട് വീടുണ്ടാക്കുന്നത്. ഇതൊരു കിച്ചണാണ് കാണുന്നത്. അപ്പോൾ അതിൻ്റെ റൂഫ് മുഴുവനും ഇതുകൊണ്ട് ഉണ്ടാക്കുന്നത്. ഇത് 5 വർഷമൊക്കെ ലാസ്റ്റ് ചെയ്യും. പിന്നെ അതിനകത്ത് എലിയൊന്നും കയറാതിരുന്ന് കഴിഞ്ഞാൽ, എലി കയറിക്കഴിഞ്ഞാൽ അവരിത് കട്ട് ചെയ്യും. അപ്പോൾ ഇത് വരും. അവർ മിക്കവാറും തന്നെ നല്ലോണം വൃത്തിയായിട്ടൊക്കെ വെക്കാൻ നോക്കും. പിന്നെ ഒരു കാര്യമുള്ളത്, ഇവരുടെ അടുക്കളയിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ, നമ്മൾ ശരിക്കുള്ള അടുക്കളയിൽ ചെന്ന് കഴിഞ്ഞാൽ വളരെ വൃത്തിയായിരിക്കും. ഇവരെല്ലാം കഴുകി എല്ലാം വെളുപ്പിച്ച് ഭംഗിയായിട്ട് വെക്കുകയുള്ളൂ. വെറുതെ ഇങ്ങനെ അവിടെ ഇവിടെ ഒന്നും ഇടുകയല്ല. ഇവരുടെ ഉള്ള സാധനങ്ങൾ എല്ലാം നല്ല ഓർഡറായിട്ട് വെക്കും. അതിന് ഇങ്ങനെ ഈറ്റയും കൊണ്ട് ഒരു ഇതൊക്കെ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ മുകളിൽ ഗ്ലാസും കപ്പും ഒക്കെ കയറ്റി വയ്ക്കും. അങ്ങനെയുള്ള പാവപ്പെട്ട ആൾക്കാരാണെങ്കിലും വളരെ വൃത്തിയുണ്ട്. ഇപ്പോൾ ഇത് കണ്ടില്ലേ, ഈ മുറ്റമൊക്കെ കണ്ടു കഴിഞ്ഞാൽ മുറ്റമൊക്കെ വളരെ വൃത്തിയായിട്ട് വയ്ക്കുകയുള്ളൂ. എപ്പോഴും അടിച്ച് തൂത്ത് അങ്ങനെ നല്ല ഇതായിട്ട് എടുക്കുകയുള്ളൂ. നമ്മൾ ഏത് വീട്ടിൽ ചെന്നാലും മിക്കവാറും വീടുകളിൽ, പിന്നെ ചിലരൊക്കെ ഉള്ളൂ അങ്ങനെ ഇല്ലാത്തവർ, വളരെ വൃത്തിയായിട്ട്. അതാണ് ഈ വീടിൻ്റെ ഇത്. ഇങ്ങനത്തെയാണ് നമ്മുടെ ഇവിടുത്തെ മോഡൽ വീടാണെന്ന് പറയാം. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ തണുപ്പുള്ള സ്ഥലമാണ്. ഈ തണുപ്പുള്ള സ്ഥലമായതുകൊണ്ട് അവർ വൈകുന്നേരം ആകുമ്പോൾ, ഇപ്പം ഞങ്ങളൊക്കെ പള്ളിയിൽ വരുവാണെങ്കിൽ, ഞങ്ങളൊക്കെ ഇവിടെ കുർബാനയെല്ലാം വരുവാണെങ്കിൽ ഇവിടെ താമസിക്കും. അപ്പോൾ താമസിക്കുമ്പോൾ ഇതിൻ്റെ അകത്തിരുന്നിട്ട് ഇതിൻ്റെ ചുറ്റും ഇരിക്കും. ചുറ്റും ഇരുന്നിട്ട് ഇവിടെ തീ ഇട്ടിട്ട് ഈ തീ കാഞ്ഞ് ഇരിക്കും. അപ്പോൾ ചിലപ്പോൾ കപ്പയൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ കപ്പയൊക്കെ അതിൻ്റെ ഉള്ളിലേക്ക് അങ്ങ് ഇട്ടിട്ട് ഈ തീയിലിട്ട് അത് നല്ലോണം മൊരിച്ചെടുത്തിട്ട് അവരവിടെ ഇരുന്ന് അത് കഴിക്കുകയും ചെയ്യും. ചിലപ്പോൾ പുഴുങ്ങിയ കപ്പ അവർ ഉണ്ണുന്ന ഇതിനകത്ത് ഇടുന്നു. അത് കഴിഞ്ഞിട്ട് അത് ശരിക്കും ഒന്ന് ചുട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞങ്ങളിങ്ങനെ ഇരുന്ന് എല്ലാവരും, ഇവർ ഇപ്പോൾ വന്നു കഴിഞ്ഞാലും ഇങ്ങനെ എൻ്റെ ചുറ്റും ഇരുന്ന് വർത്തമാനം പറഞ്ഞ് അവിടെ ഇരുന്നത് ഇങ്ങനെ കഴിച്ച്, പിന്നെ ചിലപ്പോൾ ചായയൊക്കെ കൊണ്ടുവരും, ചായയൊക്കെ കുടിച്ച് അങ്ങനെ പോകും. ആ കാണുന്ന ഒരു വീട്, അത് ഇവർ പറയുന്നത് ജാം എന്നാണ്. ജാം എന്ന് പറഞ്ഞാൽ നമ്മൾ തിന്നുന്ന ജാമല്ല, അതാ വീടിൻ്റെ പേരാണത്. പക്ഷെ അതിനകത്തുള്ളത് നെല്ലാണ്. ഇവർ ഈ മലയിൽ കൃഷി ചെയ്യുന്ന, ഓരോ വർഷം കൃഷി ചെയ്യുന്ന, നമ്മൾ വിരിപ്പ് വിതയ്ക്കുക എന്നൊക്കെ പറയും നാട്ടിലൊക്കെ.
അതുപോലെ അവർ കാട് വെട്ടി ജൂം കൾട്ടിവേഷൻ എന്നാണ് പറയുന്നത്. അത് വെട്ടി അവിടെ കൃഷിയിട്ട് ആ നെല്ല് കിട്ടുന്നത്, പിന്നെ ഇവർ പാടങ്ങളുണ്ട് ഇവിടെ ഈ വാലിയായിട്ട്, ഇവിടെ ഇതായിട്ട് കിടക്കുന്ന സ്ഥലങ്ങൾ പാടമുണ്ട്. അപ്പോൾ ആ പാടത്തുള്ള നെല്ലും എല്ലാം, നെല്ല് എന്ത് കിട്ടിയാലും നെല്ല് അവിടെ ഇടും. അത് നെല്ലിരിക്കുന്നൊരു പെരയാണ് ആ കാണുന്നത്. ആ പെരയുടെ പിള്ളേർ എപ്പോഴും ഇങ്ങനെ നെല്ല്, ഈ വർഷത്തിൽ എന്തോരം നെല്ലുണ്ടോ അവിടെ കൂട്ടി വയ്ക്കും. അതിനകത്ത് പ്രത്യേകിച്ച് ഒരു വാതിലുമില്ല, ഒരു കുഞ്ഞു വാതിലേ ഉള്ളൂ. എന്ന് പറയുന്നത് അവിടെ എലിയോ വേറെ ഒന്നും കയറുകയില്ല. അത്ര ഇതായിട്ടുള്ള ഇതാണ്. നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു എലിയും കയറുകയില്ല, ഒന്നും കട്ട് ചെയ്യില്ല. എന്ന് പറയുന്നത് അതിൻ്റെ അടിയിൽ വെച്ചിരിക്കുന്നത് കല്ലാണ്. അപ്പോൾ കല്ലിൽ കൂടെ ഒരു ഉറുമ്പ് പോലും കയറുകയില്ല, ചെതൽ കയറുകയില്ല. അതുകൊണ്ട് അവർ ഈ കല്ലിട്ടിട്ടാണ് ഈ ഇതൊക്കെ ഉണ്ടാക്കുന്നത്. ഇപ്പോൾ ഈ വീട് എങ്ങനെയാണെങ്കിലും പല വീടുകളും അങ്ങനെയാണ് ഇവിടെ ഉണ്ടാക്കുന്നത്. ഇവിടെ നമ്മളിപ്പോൾ ആയിരിക്കുന്നത് ഇവിടെ റൊമ്പങ്കിരി എന്ന് പറഞ്ഞൊരു വില്ലേജിലാണ്. അപ്പോൾ ഈ റൊമ്പങ്കിരി വില്ലേജിൽ ഉള്ള ഇതാണ് ഇവിടുത്തെ സെമിത്തേരി. ഇവിടുത്തെ ഈ വില്ലേജിലുള്ള ആൾക്കാരെ, നമ്മുടെ കത്തോലിക്കരെ ഇവിടെയാണ് അടക്കുന്നത്. അപ്പോൾ ഇവരെ ഇപ്പോൾ ഇവിടെ അടക്കിയിരിക്കുന്നു. അവരിടയ്ക്കിടയ്ക്ക് നമ്മളിവിടെ വന്ന് ഇവരിവിടെ വന്ന് പ്രാർത്ഥിക്കും. അതുപോലെ ഞങ്ങളും വർഷത്തിൽ 1-2 പ്രാവശ്യം വന്ന് ഇവിടെ ഈ കുഴികളെല്ലാം വെഞ്ചരിക്കും. ഇന്നിപ്പോൾ ഈ കുഴി വെഞ്ചരിക്കാനായിട്ട്, ഈ സെമിത്തേരി വെഞ്ചരിക്കാനായിട്ടും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ടും ഇവിടെ വന്നിരിക്കുന്നതാണ്. അപ്പോൾ ഇവരിൽ പലരും വളരെ നല്ല ജീവിതം നയിച്ചവർ, അതുപോലെ ഇവർ കാറ്റഗിസ്റ്റ് എന്ന് പറയും, ഉപദേശികളായിട്ട് അവരൊത്തിരി ആൾ സഭയ്ക്ക് വേണ്ടി സേവനം ചെയ്ത് മരിച്ച ഒത്തിരി പേരുണ്ട്. ഞാൻ ഓർക്കുന്നു, ഒരു മനുഷ്യൻ ഒരു വില്ലേജിലേക്ക് പോകാനായിട്ട് പാരീഷിൽ വന്ന് സാധനമൊക്കെ മേടിച്ച് അങ്ങോട്ട് പോയി. ആ വഴിക്ക് വെച്ച് അയാളെ ഒരു ആന ഓടിച്ച് അയാളെ കൊന്നു. അപ്പോൾ ഇവരുടെ വിശ്വാസം അനുസരിച്ച് ആന കൊന്നു കഴിഞ്ഞാൽ പിന്നെ, ആന അല്ലെങ്കിൽ കരടി ഇങ്ങനെയുള്ള കൊന്നു കഴിഞ്ഞാൽ പിന്നെ വീട്ടിൽ കൊണ്ടുവരത്തില്ല, വീട്ടിൽ കയറ്റത്തില്ല, ശവം പുറത്ത് വയ്ക്കണം. പക്ഷേ വികാരിച്ചൻ പറഞ്ഞു, അത് അകത്ത് ഇവിടെ കൊണ്ടുവന്നില്ലെങ്കിൽ, വീട്ടിലേക്ക് കൊടിയിലേക്ക് കയറ്റിയില്ലെങ്കിൽ പള്ളിയിൽ വയ്ക്കുമെന്ന് പറഞ്ഞു. എന്നിട്ട് പിറ്റേ ദിവസം വികാരിച്ചൻ അവിടെ ഞായറാഴ്ചത്തെ കുർബാന അവരുടെ വീട്ടിൽ അയാൾക്ക് വേണ്ടി ചൊല്ലി. അയാളൊരു വിശുദ്ധനായിട്ട് മനുഷ്യനായിരുന്നു. എന്ന് പറയുന്നത് എവിടെ പ്രയർ മീറ്റിംഗ് ഉണ്ടോ, എവിടെ പ്രാർത്ഥനായോഗം ഉണ്ടോ, അതിന് വേണ്ടിയിട്ട് എത്ര ദൂരം ആയാലും ആൾ സ്വന്തമായിട്ട് പോകുമായിരുന്നു. അങ്ങനെ ഇപ്പോൾ ഇവിടുത്തെ കാറ്റഗിസ്റ്റിൻ്റെ വൈഫ് മരിച്ചിട്ടുണ്ട്. അങ്ങനെ ഒത്തിരി പേര് ഇവരെ അറിയാവുന്നവരും നമ്മുടെ സഭയ്ക്ക് വേണ്ടി വർക്ക് ചെയ്തിട്ടുള്ള പല പുരുഷന്മാരും അതുപോലെ സ്ത്രീകളും പലരും ഇവിടെ ഈ ഇവിടെ ഉള്ള സ്ഥലമാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിങ്ങനെ അത്. പിന്നെ ഇവർ എപ്പോഴും കാട് ഉള്ള സ്ഥലത്താണ് സാധാരണ അവിടെ ക്ലീൻ ചെയ്തിട്ട്, പിന്നെ ചുറ്റിനും കാടാണ്, അവിടെയാണ് സാധാരണ ഇങ്ങനെ ഈ ശവം അടക്കുന്നത് സെമിത്തേരി ആയിട്ട് അവർ ചൂസ് ചെയ്യുന്നത്. അവർ വിശ്വാസം അനുസരിച്ചും ഇവരെല്ലാവരും ഇങ്ങനെ ഒരു മലയുടെ മുകളിൽ വളരെ ഇതായിട്ട് ദൈവത്തിൻ്റെ കൂടെ ആയിരിക്കും എന്നുള്ളൊരു വിശ്വാസമാണ് അവരുടേത്. Om dasawu kowat gen salsa Christian man de gise rapabo Anni shasti siyani onga Ben bikapa Domo pelanginga Jangin di bayi sol kogrongna
Enbikapadu mo pelangenga Jangindi bayisol kogrongna Stenman digise rapabo ഒരു മിഷണറി ജീവിതത്തിൻ്റെ ഒരു ഭാഗങ്ങളാണ് ഇപ്പോൾ നമ്മുടെ ജന്മം തുടങ്ങി നമ്മളിന്ന് മാമോദിസ കൊടുക്കുന്നു. ജനിച്ചു കഴിയുമ്പോൾ അത് കഴിഞ്ഞിട്ട് അവർ ഓരോ ജീവിതത്തിൻ്റെ ഓരോ ഭാഗത്തും അവരുടെ കൂടെ ഒരു മിഷണറി ഉണ്ടായിരിക്കണം. ഓരോ മനുഷ്യൻ്റെയും ജീവിതത്തിൽ അവൻ്റെ ഓരോ ജീവിതത്തിലും ആദ്യ ഖുർആൻ സ്വീകരിക്കുന്നു, അത് കഴിഞ്ഞിട്ട് അവർ ജീവിതാന്തസ്സിലേക്ക് പ്രവേശിക്കുന്നു, അത് കഴിഞ്ഞിട്ട് പിന്നെ അവസാനമാകുമ്പോഴേക്കും ഇപ്പോൾ നമ്മൾ കണ്ടു ഈ സെമിസ്റ്റേരിയയിൽ. അപ്പോൾ അങ്ങനെ ജീവിതത്തിൻ്റെ തുടക്കം തുടങ്ങി അവസാനം വരെ ഒരു മിഷണറിയുടെ ഇത് ആവശ്യമാണ്. അതുപോലെ ഒരു മിഷണറി ആയിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ കഷ്ടപ്പാടുകൾ ഉണ്ടെങ്കിലും കഷ്ടപ്പാടുകളിൽ സന്തോഷിക്കുന്നതാണ് മിഷണറി ജീവിതം എന്ന് പറഞ്ഞാൽ. അത് ഒത്തിരി കഷ്ടപ്പാടുണ്ടെങ്കിലും ചിലപ്പോൾ പ്രലോഭനമുണ്ട്, അധികം കഷ്ടപ്പാടുകളുണ്ട്, ഇങ്ങനെയൊക്കെ മലകളൊക്കെ കയറണം. പക്ഷെ അതൊന്നും ഒരു ദുഃഖമല്ല എന്ന് പറയുന്നത് നമ്മൾ ആത്മാക്കൾക്ക് വേണ്ടിയിട്ടും ഈശോയ്ക്ക് വേണ്ടിയിട്ടും അത് ചെയ്യുമ്പോൾ അത് വലിയൊരു സന്തോഷത്തിൻ്റെ ഇതാണ്. കാര്യം ഇപ്പോൾ ടയേർഡായി അല്ലെങ്കിൽ ക്ഷീണിച്ചു, ബട്ട് അത് കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും നമുക്ക് ഒരു സന്തോഷമുണ്ട്, മനസ്സുകൊണ്ടൊരു സന്തോഷമുണ്ട്. ഒരു മിഷണറി ആയിരിക്കുന്നു, മിഷണറിയുടെ വർക്കുകൾ ചെയ്തു എന്നുള്ളൊരു സന്തോഷമുണ്ട്. ഞാനൊക്കെ ഇപ്പോൾ 25 വർഷം 26ാമത്തെ വർഷമാണ് അച്ഛനായിട്ട്. അതുപോലെ 35 വർഷം കഴിഞ്ഞു ഇവിടെ ഈ മിഷൻ ഏരിയയിലേക്ക് വന്നിട്ട് പഠിക്കുന്ന കാലത്ത് വന്നതാണ്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ഞങ്ങളൊക്കെ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നു. മിഷണറി ജീവിതം ഞങ്ങളുടെയൊക്കെ ഇങ്ങനെ അവസാനത്തിൽ ഇതിലേക്ക് വരുന്ന ഒരു കാലമാണ്. ഇനി നമുക്ക് പുതിയതായിട്ടുള്ള മിഷണറിമാർ വേണം. പുതിയ തലമുറ മിഷണറിമാർ വന്നാൽ മാത്രമാണ് അത് വരും. ദൈവം വിളിക്കും, പക്ഷെ വിളിക്കുമ്പോൾ നമ്മൾ അതിനോട് സന്തോഷമായിട്ട് പ്രത്യുത്തരം പറയണം. എന്നാൽ മാത്രമാണ് നമ്മളുടെ മിഷൻ ദൗത്യം ഇതാവുകയുള്ളൂ. അതുകൊണ്ട് നല്ലൊരു ഇതാണ് ഒരു മിഷണറി ആയിട്ട് ജീവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും കുറവുള്ള ഒന്നല്ല, പക്ഷെ സന്തോഷത്തിൻ്റെയും അതുപോലെ ഒത്തിരി നമുക്ക് ആനന്ദം പകരുന്ന ഒരിതാണെന്ന് നമുക്ക് ഒരു ജീവിതമാണിത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ജീവിക്കുവാനായിട്ട് എല്ലാവരെയും യുവാക്കളായിരിക്കുന്ന ഒത്തിരി പേര് അതിനകത്തേക്ക് സ്വാഗതം. പലരും വന്ന് മിഷണറി ആയിട്ട് ജീവിക്കേണ്ടതാണ്.